ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ ആങ്ങളമാര് പെങ്ങളെ ഒന്ന് ഉപദേശിക്കാനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തി. എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ലാന്ന് ആങ്ങളമാർക്ക് തന്നെ മനസ്സിലായി. തലയിൽ അതുപോലെ കരം കയറിയിട്ടിരിക്കുകയാണ് വൈജയുടെ. അഹന്തയും അതുപോലെ പിടിവാശിയും എല്ലാവരോടുമുള്ള വൈരാഗ്യവും ഒക്കെ ഇങ്ങനെ മൂർച്ചാവസ്ഥയിൽ എത്തി നിൽക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അലീനയെ കുറിച്ചും ബാലചന്ദ്രനെ കുറിച്ചും ഒക്കെ പറഞ്ഞ ഓരോ വാക്കുകളും അതിൻ്റെതായ രീതിയിൽ എടുക്കാതെ അതൊക്കെ വളച്ചൊടിച്ച് വേറൊരു വശത്ത് കൊണ്ടുവച്ചിട്ട് നമ്മുടെ വൈജ തന്നെ ജീവിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഒരിക്കലും കടപ്പാട്ടൂര് വീട്ടിലേക്ക് പോവില്ല, അതിന്റെ കാര്യം എനിക്കില്ല, ഞാൻ ഇനി അവിടെ ജീവിക്കില്ല, ഞാൻ എന്റെ മക്കളെ ആയിട്ട് ഒരു വാടക വീട് എടുത്ത് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 8,00,000 ചില്ലുവാനും രൂപ എന്റെ ബില്ലല്ലേ, അത് ഞാൻ അടച്ചോളാം. എന്റെ ആങ്ങളമാരോ അതുപോലെ തന്നെ എന്റെ ഭർത്താവോ ഒന്നും അടയ്ക്കണ്ട, ഞാൻ അടച്ചോളാം. ഈ വൈജയുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വൈജയ്ക്ക് അറിയാം. എന്റെ ഏട്ടന്മാർ ഇനി ഒരുപാട് ബുദ്ധിമുട്ടണ്ട, ഇവിടെ നിന്ന് ബാലചന്ദ്രനെ അങ്ങോട്ടേക്ക് വെള്ള പുതപ്പിക്കണ്ട, നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റൂലെങ്കിലൊക്കെ എനിക്കറിയാം, ഞാൻ അടച്ചോളാം, ബാലചന്ദ്രൻ വരുമ്പോ ഞാൻ പറഞ്ഞോളാം എന്ന് പറയാണ്. അപ്പൊ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴത്തേക്കും രാജീവനും ശിവശങ്കരനും കൂടെ പറയാണ്, വൈജ നീ ഒന്ന് അടങ്ങ്, കാരണം നിന്റെ പഴയ കാലം നീ ഒന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിർത്തി. ഇനി ആരും എന്റെ പഴയ കാലത്തെ കുറിച്ചൊന്നും കൂടുതൽ വിവരിക്കാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. ബാലചന്ദ്രനും അലീനയും കൂടെ നിങ്ങളെ ഇപ്പം അവരുടെ വശത്താക്കി വെച്ചിരിക്കുകയാണല്ലോ. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ബാലചന്ദ്രന്റെ മകളാണ് അലീന എന്നോ? ഒരിക്കലും ബാലചന്ദ്രന്റെ മകളല്ല അലീന, അതെനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോഴത്തേക്കും പെട്ടെന്ന് രാജീവൻ ചോദിച്ചു, പിന്നെ ആരുടെ മകളാ അലീന? നിനക്കറിയാമെങ്കിൽ നീ പറ, ആരുടെ മകളാണ് അലീന? അവള് ഏതോ ഒരുത്തിക്ക് പിഴച്ചുണ്ടായ സന്താനം വന്ന്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ശിവശങ്കരമേനോനും രാജീവനോട് പരസ്പരം മുഖത്ത് നോക്കുക. ഈ പിഴച്ച ഏതോ ഒരു പിഴച്ച ഒരു സ്ത്രീക്ക് ഉണ്ടായ സന്തതിയാണെങ്കിൽ ഈ പിഴച്ചത് നമ്മുടെ വൈജ തന്നെയാണെന്ന് വൈജയ്ക്ക് അറിയില്ലല്ലോ. അപ്പൊ വൈജയുടെ ഈ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴത്തേക്കും ഇതിനൊന്നും മറുപടി പറയാനായിട്ട് രാജീവനെ കൊണ്ടോ ശിവശങ്കരനെ കൊണ്ടോ പറ്റുന്നില്ല. നീ എന്തെങ്കിലും കാണിക്ക്, നിന്റെ ജീവിതമായിട്ട് നീ തൊലച്ച് കളയരുത്. നിനക്ക് 3 മക്കളുണ്ട്, ആദ്യം നിനക്ക് 4 മക്കളുണ്ട് എന്ന് പറയാൻ വന്നിട്ട് അതങ്ങ് വിഴുങ്ങാണ് കേട്ടോ. വിഴുങ്ങിയിട്ട് നിനക്ക് 3 മക്കളുണ്ട്, മക്കളെ കുറിച്ചെങ്കിലും ഓർത്തിട്ട് നീ അവന്റെ കൂടെ ജീവിക്കാൻ നോക്കുക. അത് അലീന മകളോ അല്ലെങ്കിൽ ഇനിയിപ്പം വളർത്തു മകളോ എന്തും ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, നിനക്ക് അവൾ എന്തെങ്കിലും ശല്യത്തിന് വന്നോ? ഇല്ലല്ലോ. നീ അല്ലേടി അവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ വീട്ടിലെ സകല പണികളും ഒരു ഹോം നേഴ്സ് ആയിട്ട് വന്നിട്ട് അവള് ചെയ്യുന്നില്ലേ? എന്നിട്ട് അതിനുള്ള കൂലി കൊടുക്കുന്നുണ്ടോ? വെറും 10,000 രൂപയല്ലേ അവൾക്ക് ശമ്പളം കൊടുക്കുന്നത്. അതിനവള് കണക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ നക്കാപ്പിച്ച പൈസ കിട്ടി അവൾ അത്രയും വേലയും പണിയും ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ അവളോട് ചെറിയൊരു കൂറ് തോന്നിക്കാണും ബാലചന്ദ്രന്. അത് മനസാക്ഷിയുള്ള ആർക്കാണെങ്കിലും തോന്നും. നിനക്കതില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഇല്ല, എനിക്ക് മനസാക്ഷിയില്ല. അതെ, വൈജ ആരുടെയും മുമ്പിൽ തല കുനിക്കാൻ വേണ്ടിയല്ല ഇത്രയും നാള് വളർന്ന് ജീവിച്ചു വന്നത്. ഇതുവരെ ആരുടെയും മുമ്പിൽ തല കുനിച്ചിട്ടുമില്ല. പിന്നെ ബാലചന്ദ്രന്റെ മുമ്പില് കെട്ടാൻ തല കുനിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒറ്റ ഉത്തരവാദി എന്ന് പറയുന്നത് എന്റെ അച്ഛനും എന്റെ ആങ്ങളമാരും, അല്ലാതെ വേറെ ആരുമല്ല. അതുകൊണ്ട് ഇതിലുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങ് അനുഭവിച്ചാൽ മതി, എന്നെ കൂടുതൽ പറഞ്ഞു പഠിപ്പിക്കാനൊന്നും വരണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ പറയുമ്പോ ഞാൻ ഈ പറയുന്ന രീതിയിലല്ല വൈജ പറയുന്നത്. വൈജയ്ക്ക് നന്നായിട്ട് വായനക്കാനൊന്നും പറ്റണില്ല, ഇപ്പൊന്നും നന്നായിട്ട് വരുന്നില്ല. വൈജ പതുക്കെയാട്ടോ സംസാരിക്കുന്നത്. വായൊന്നും അനക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെയൊക്കെ എന്തൊക്കെയോ കെട്ടിപ്പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്, അത്രയ്ക്ക് ക്ലിയർ ആയിട്ടില്ല ഇപ്പോഴും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര ബുദ്ധിമുട്ടിയാ സംസാരിക്കുന്നത്. എങ്കിൽ പോലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ലാതെ കേട്ടോ സംസാരിക്കുന്നത്. അപ്പൊ ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് നീ ആയി നിന്റെ പാടായി, എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. നിന്റെ ജീവിതമാണ്. ഇനിയിപ്പൊ നിന്റെ ജീവിതത്തിൽ കയറി വന്ന് ഞങ്ങൾക്ക് ഒത്തിരി പറയാൻ പറ്റില്ല, കാരണം എനിക്ക് എന്റെ ജീവിതമുണ്ട്, രാജീവിന്റെ ജീവിതമുണ്ട്, കുടുംബമുണ്ട്. ഞങ്ങൾക്കിപ്പൊ നിന്നെ മാത്രം നോക്കി ജീവിക്കാൻ പറ്റില്ലല്ലോ, ഞങ്ങളുടെ കുടുംബത്തിനെയും കൂടെ നോക്കി ജീവിക്കണമല്ലോ. പിന്നെ നിന്റെ 2 പിള്ളേരെയും കൊണ്ട് ഞാൻ കടപ്പാട്ടൂര് വിട്ടിട്ടുണ്ട്, കാരണം സ്വന്തം വീട്ടിൽ തന്നെയാണ് മക്കള് വളരേണ്ടത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വൈജു ചോദിച്ചു, അതെന്തിനാണ് അവിടെ കൊണ്ടുവിട്ടത്? അവർക്ക് അവിടെ താമസിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അവരുടെ വിടേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ. അവർക്ക് അവിടെ താമസിക്കാൻ ഇഷ്ടമല്ലേ എന്നൊന്നും അല്ലല്ലോ വൈജ ചിന്തിക്കേണ്ടത്. അവരുടെ അച്ഛനും അമ്മയും എവിടെയാണോ താമസിക്കുന്നത് അവിടെയാണ് മക്കളും താമസിക്കേണ്ടത്. പിന്നെ പിള്ളേര് തന്നെ വളർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദോഷം വശങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അല്ല, നീയും അങ്ങനെ ആഗ്രയിലൊക്കെ പോയി വളർന്നു അല്ലേ എന്ന് വീണ്ടും ആഗ്രയുടെ കാര്യം പറഞ്ഞപ്പോൾ നിർത്തുന്നുണ്ടോ? ആഗ്രയുടെ കാര്യവും പഴയ കാര്യവും എന്നോട് ഓർമ്മിപ്പിക്കരുത്, എന്നോട് പറയരുതെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം,
അല്ലാതെ ഇങ്ങോട്ടേക്ക് അന്വേഷിച്ച് വരേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഞാൻ ചത്തോ ജീവിച്ചോ എന്നൊന്നും നിങ്ങൾ ഇനി അന്വേഷിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ രണ്ട് ആങ്ങളമാര് ഇല്ലെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് നമ്മുടെ രാജീവനും ശിവശങ്കരനും അതിനെ ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. കാരണം പെങ്ങളുടെ ജീവിതമല്ലേ, വാശിയും വൈരാഗ്യവും വൈജയിൽ ഇങ്ങനെ കുത്തിവെച്ചാൽ വീണ്ടും അതിങ്ങനെ കയറി പെരുകയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പറയുന്നുണ്ട്, നിന്നെ അങ്ങനെ കൈവിട്ട് കളയാൻ ഞങ്ങൾക്ക് പറ്റില്ല വൈജയ്, നീ ഞങ്ങളുടെ പെങ്ങള് തന്നെയാണ്, അതുകൊണ്ട് കൈവിട്ട് കളയാൻ പറ്റില്ല. ഗംഗേട്ടനെല്ലാം നിന്റെ കാര്യം നോക്കണമെന്ന് ഏൽപ്പിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് നിന്റെ കാര്യം നോക്കാൻ ഞങ്ങൾ ഇനിയും വരും. പിന്നെ നിന്റെ വാശിയും ദുർവാശിയും നിന്റെ അഹങ്കാരവും ഒക്കെ അതൊക്കെ ചെറുപ്പം മുതലേ കണ്ടു വളർന്നു തന്നെയല്ലേ ഞങ്ങൾ. അതിനൊക്കെ ഒരു കാരണക്കാര് ഞങ്ങളും ആയിട്ടുണ്ട്. ഒരൊറ്റ പെങ്ങളെ അല്ലേ ഉള്ളൂ, കൈരക്കൽ തറവാട്ടിൽ ഒരു ഒറ്റ പെൺകുട്ടി അല്ലേ എന്ന് ഓർത്ത അച്ഛനും അമ്മയും ഞങ്ങളും ഒക്കെ നിന്നെ ഒത്തിരി വഷളാക്കി കളഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇവിടെ വരെ ആയി. ഇനിയിപ്പൊ അങ്ങോട്ടേക്ക് നിന്റെ ജീവിതം എവിടെയായി എത്തിച്ചെന്ന് നിൽക്കാന്നൊന്നും അറിയില്ല. എങ്കിലും ഞങ്ങൾ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ബാലചന്ദ്രന്റെ കൂടെ അല്ല, നിന്റെ കൂടെ തന്നെ ഞങ്ങൾ ഉണ്ടാകും. അതിപ്പോ എന്താണെങ്കിലും ഏതാണെങ്കിലും നിന്റെ കൂടെ തന്നെ ഞങ്ങൾ ഉണ്ടാകും എന്നിങ്ങനെ പറയാണ്. അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജ ഒരു കുറച്ച് പൊട്ടിക്കങ്ങ് ഒതുങ്ങുന്നുണ്ട്. ആങ്ങളമാര് കൂടെ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും അങ്ങ് പൊട്ടിക്കങ്ങ് ഒതുങ്ങുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ രാജീവനും ശിവശങ്കരമേനോനും അങ്ങ് പോവാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ വരുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ മനു ആണ് കേട്ടോ. അപ്പൊ മനുവിന് സത്യം പറഞ്ഞ ഇപ്പം അലീനയെ കാണാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ അലീനയുടെയും ആ ഒരു ചെറിയൊരു റൊമാൻസ് സീനൊക്കെയാണ് കേട്ടോ. അപ്പം അലീനയെ ഫോൺ വിളിക്കുകയാണ്. അലീനയെ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന ഒരു സീനാണ്. അപ്പൊ അലീന ഫോൺ എടുക്കുന്നു. അപ്പൊ അലീന എന്താ മനുവേട്ടാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഏയ് ചുമ്മാ ഞാൻ വിളിച്ചതാ, അവിടുന്ന് പോന്നപ്പോ നിന്നെ ഒന്ന് വിളിക്കാൻ തോന്നി, എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം അലീനയ്ക്ക് പക്ഷെ അങ്ങനെ ഒരു റൊമാൻസ് ആയിട്ട് വലിയ കാര്യമായിട്ടൊന്നും കയറി വരുന്നില്ലെങ്കിൽ പോലും, ഇത്രയും നാൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും നാളത്തെ ആ ഒരു സീനില് നമ്മുടെ അലീനയുടെ റൊമാൻസ് നമുക്ക് കാണാം കേട്ടോ. അലീനയുടെ റൊമാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീനയും ആസ്വദിക്കുന്നുണ്ട്, നമ്മുടെ മനു പറയുന്ന ഓരോരോ വാക്കുകളും ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ മനു പറയുന്നുണ്ട്, എന്റെ ഉറക്കം നഷ്ടപ്പെട്ടത് എന്ന് മുതലാണെന്ന് അറിയാമോ? എന്റെ ഉറക്കം നഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ ഏതോ ഒരു ലോകത്ത് നടക്കുന്നതും എന്ന് മുതലാണെന്ന് അറിയാമോ? എന്റെ മുത്തശ്ശൻ കഴുക്കൂട്ടത്തെ അനാഥാലയത്തിൽ നിന്നൊരു പെൺകുട്ടീനെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അന്ന് ആ പെൺകുട്ടീനെ കണ്ടപ്പോ മുതൽ, ആ പെൺകുട്ടീനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോ മുതൽ എന്റെ ഉറക്കവും അതുപോലെ തന്നെ എന്റെ ചിന്തയൊക്കെ വേറെ റൂട്ടിലേക്കാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ അലീനയ്ക്ക് ചെറിയൊരു നാണമൊക്കെ വരുന്നൊരു സീനാണ് കേട്ടോ. അപ്പൊ അലീന അതനുസരിച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്കും അലീനയുടെ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ മനു അതിങ്ങനെ സൂം ചെയ്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് നോക്കിയിട്ട് കട്ടലയിലേക്ക് ഇങ്ങനെ വീണ് കിടന്ന് ആ ഒരു ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഒരു ചെറിയൊരു റൊമാൻസ് സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ കൃഷ്ണമോളും ബാലചന്ദ്രനും കൂടെയാണ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് കേട്ടോ. അങ്ങനെ കൃഷ്ണമോളും ബാലചന്ദ്രനും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അലീനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആര് വന്നാലും വാതിലൊന്നും തുറക്കരുത്, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ജനലിൽ കൂടെ നോക്കണം ആരാണെന്ന്, എന്നിട്ട് മാത്രമേ വാതിൽ തുറക്കാവുള്ളൂ. തരുമ്പോ അല്ലച്ച ഞാനും വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ വരാം എന്ന് പറയുമ്പോ ഹേയ് നീ വരുമൊന്നും വേണ്ട, ഇനിയിപ്പൊ നീ വന്നു കഴിഞ്ഞിട്ട് വേണം അവക്ക് ബാധ കയറാനായിട്ട്, വെറുതെ എന്തിനാ മോൾ ഇപ്പൊ വരണ്ട, അല്ലെങ്കിൽ മോൾ എപ്പോഴും പോയി അവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളിപ്പൊ പൊക്കോളാം, കൃഷ്ണമോൾ ഉണ്ടല്ലോ എന്റെ കൂടെ, പകല് ഞങ്ങൾ പൊക്കോളാം, ഇനിയിപ്പം നൈറ്റ് വേണമെങ്കിൽ ഞാൻ പറയാം, അപ്പൊ മോള് പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാന്ന്. അപ്പൊ അലീന ഓക്കെ പറഞ്ഞ ആ ഒരു ടൈമിലാണ് നമ്മുടെ മനു വിളിച്ചത് കേട്ടോ. അലീന ഒറ്റയ്ക്ക് ആ വീട്ടിലുള്ള സമയത്താണ് മനു വിളിച്ചതും. അപ്പൊ അങ്ങനെ അലീന അവിടെ ഒറ്റയ്ക്ക് ഉള്ളെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ മനു വിളിച്ചത്. കാരണം മനു ഇടയ്ക്ക് ബാലചന്ദ്രനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ ആ ഒരു ഒറ്റയ്ക്കുള്ള സമയത്താണ് വിളിച്ചത്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ കൃഷ്ണമോളും ബാലചന്ദ്രനും ഹോസ്പിറ്റലിൽ എത്തുകയാണ്. ഹോസ്പിറ്റലിൽ കൃഷ്ണയും ബാലചന്ദ്രനും എത്തുമ്പോഴേക്കും നമ്മുടെ വൈജ തന്റെ ചെക്ക് തയ്യാറാക്കി വെക്കുകയാണ്. ചെക്ക് എടുത്ത് എത്ര ലക്ഷം രൂപയാണോ ചെലവായത് അത് ബാലചന്ദ്രന് കൊടുക്കണമല്ലോ. അപ്പൊ അതിനുവേണ്ടി ചെക്ക് എല്ലാം എടുത്ത് സെറ്റാക്കി വെക്കുകയാണ്. അപ്പൊ ചെക്ക് എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചു. ഈ സമയത്താണ് ബാലചന്ദ്രൻ വരുന്നത്. ബാലചന്ദ്രൻ വന്നു. അങ്ങനെ കൃഷ്ണമോള് വന്നു. കൃഷ്ണമോള് വന്നിട്ട് അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മ, ഇപ്പൊ വേദനയൊക്കെ കുറവുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഓ എന്റെ വേദന കൂട്ടുക എന്നുള്ളതാണല്ലോ നിന്റെയും നിന്റെ അച്ഛന്റെ ഒക്കെ ഒരിത്. കാരണം നീ ഇപ്പം നിന്റെ അച്ഛന്റെ കൂടെയും അലീനയുടെ ഒക്കെ കൂടെ കൂടി ഇപ്പൊ എന്റെ വേദന കാണാനാണല്ലോ നീ ആഗ്രഹിക്കുന്നത്. അപ്പൊ വേദന കുറഞ്ഞോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, അമ്മയുടെ വേദന ഞാൻ കാണുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ കയ്യിലിരിപ്പിന്റെയാ അല്ലെ, അല്ലാതെ ആരാ തെറ്റ് ചെയ്തത്, അതുകൊണ്ട് അമ്മ കൂടുതൽ സംസാരിക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ എന്റെ വായ അടപ്പിക്കാൻ നോക്ക, നിന്റെ അച്ഛന്റെ വായ അടപ്പിക്കാൻ നീ നോക്കല്ലേ, നീ എന്റെ വായ അടപ്പിക്കാൻ നോക്ക്, നീ എന്താ വിചാരിച്ചിരിക്കുന്നത്, നിന്റെ അച്ഛന്റെ മകളാണ് അലീന എന്ന് വിചാരിച്ചിട്ടാണ് നിന്റെ സ്വന്തം ചേച്ചിനെ പോലെ കാണുന്നെങ്കിൽ വെറുതെയാ, അവളെ നിന്റെ അച്ഛന്റെ മകളൊന്നും അല്ല, ഞാൻ പറയുന്നില്ല അവര് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് ബാലചന്ദ്രനും കയറി വരുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ ചോദിച്ചു എന്താ ഇവിടെ ഒരു ഒച്ചപ്പാട് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും
നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു, എത്ര പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവില്ലല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അച്ഛാ എന്നിങ്ങനെ പറഞ്ഞിട്ട് വൈജ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു കൊടുക്കുന്നില്ല ബാലചന്ദ്രനോട്. അപ്പൊ ബാലചന്ദ്രന്റെ മുമ്പിലേക്ക് ഒരു കവർ എടുത്ത് നീട്ടിയിട്ട് ഇന്നാ പിടിച്ചോളാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇത് എന്താന്ന് ചോദിച്ചു ബാലചന്ദ്രൻ. ഇത് വേറൊന്നുമല്ല, ഇത് എന്റെ ഹോസ്പിറ്റൽ ബില്ലാണ്. ഇത്രയും, അതായത് ഇന്നേക്ക് വരെയുള്ള ഹോസ്പിറ്റൽ ബില്ല് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ബില്ലല്ല കേട്ടോ, ചെക്കാണ്, എന്റെ ചെക്കാണ്. ഈ ബില്ല് വന്നത് എത്രയാണെന്ന് വെച്ചാല് അത് എഴുതിയെടുത്തോ, ഇതിനകത്ത് ഇപ്പം വേറൊന്നുമില്ല, നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാല് എഴുതിയെടുക്കാം, ഞാൻ പ്രത്യേകിച്ച് എഴുതിയിട്ടൊന്നുമില്ല, നിങ്ങൾ എഴുതിയെടുത്തോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അല്ല നിന്റെ ഈ അഹന്തയും അഹങ്കാരവും ഒന്നും ഇതുവരെ കുറയ്ക്കാറായില്ലേ വൈജെ, നീ കിടക്കുന്നത് മരണത്തോട് മല്ലടിച്ചിട്ടാ എന്ന് നീ ഓർക്കണം. നീ ഈ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിനക്ക് അറിയാലോ. അപ്പൊ നിന്റെ അഹങ്കാരം ഇതുവരെ കുറയ്ക്കാറായില്ലേ എന്ന് ചോദിച്ചപ്പോ, എന്റെ അഹങ്കാരം അത് എന്റെ കയ്യിൽ ഇരുന്നോട്ടെ, എന്റെ അഹങ്കാരം കുറച്ചിട്ട് നിങ്ങളുടെ അഭിമാനം കാത്തു സംരക്ഷിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. മാത്രമല്ല ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഇനി വരില്ല. കടപ്പാട്ടൂര് വീട്ടിലേക്ക് വൈജയുടെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ വൈജ ആ വീടിന്റെ പടി ചവിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ എന്റെ ആങ്ങളമാരോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ ബില്ല് അടയ്ക്കാന്നല്ലേ. അപ്പൊ ഞാൻ ആ വീട്ടിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഇനി നിങ്ങളുടെ ഭാര്യയായിട്ട് ആ വീട്ടിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആണോ, നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ വേണ്ട, നീ ആ വീട്ടിലേക്ക് വരണ്ട. ഞാനും പറഞ്ഞിട്ടുണ്ടല്ലോ, അലീന അവിടെ ഉള്ളിടത്തോളം കാലം നിനക്ക് വരാൻ ചിലപ്പം താല്പര്യം ഇല്ലായിരിക്കും. അലീനെ അവിടുന്ന് പോണെങ്കിൽ വൈജെ എന്റെ കൊക്കിന്റെ ജീവൻ പോണം, എങ്കിൽ മാത്രമേ അലീന അവിടുന്ന് പോകത്തുള്ളൂ. ഇല്ലാത്ത പക്ഷം നീ വരണ്ട. നിന്റെ മക്കളെയും വിളിച്ചുകൊണ്ട് നീ പോയി വേറെ വാടകയ്ക്കോ എവിടെയാന്ന് വെച്ചാൽ താമസിച്ചോ, നിന്റെ ചെലവ് നീ നോക്കിക്കോ, എന്റെ ചെലവ് ഞാനും നോക്കിക്കോളാം. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്, നീ എന്റെ ഭാര്യയായിട്ടിരിക്കുന്ന പക്ഷെ എനിക്ക് ഈ ബില്ല് അടയ്ക്കേണ്ട ഒരു അധികാരവും അവകാശമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നീ എന്റെ ഭാര്യ അല്ലാത്തിരിക്കുന്ന പക്ഷെ ഞാൻ എന്നത്തിന് ചെയ്യണത് അതിന്റെ കാര്യം എനിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ഇനിയിപ്പോ നീ എത്ര പിടിവാശി പിടിച്ചെന്ന് പറഞ്ഞാലും അലീനെ അവിടെ നിന്ന് മാറ്റാൻ പോകുന്നില്ല. നീ നിന്റെ ഈ മൂക്കത്തെ ചുണ്ടിയും നീ ഈ അഹങ്കാരം ഒക്കെ കൊണ്ട് നടന്നോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടെന്ന് നീ ഓർത്തോണം. നിന്റെ അഹങ്കാരത്തിനും നിന്റെ അഹന്തയ്ക്കും നിന്റെ ഈ വാശിക്കും ദുർവാശിക്കൊക്കെ ഒരു അവസാനം ഉണ്ടെന്ന് നീ ഓർത്തോണം എന്ന് പറയുമ്പോ അതിന് അവസാനം വരണമെങ്കിൽ ഈ വൈജ മരിക്കണം എന്ന് വൈജ പറഞ്ഞു കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രന് വീണ്ടും ദേഷ്യം വന്നിട്ട്, നിന്റെ അഹങ്കാരം കുറയത്തില്ലടി, ഒരിക്കലും കുറയാൻ പോകുന്നില്ല, അതനുസരിച്ച് നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇത്രയും നാള് നീ എന്നെ ഒരു എന്താ പറയുക, ഒരു പട്ടിക്ക് കൊടുക്കുന്ന വില പോലും നീ എനിക്ക് തന്നിട്ടില്ല. കാരണം എന്നിട്ട് പോലും ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ട് തന്നെയാ. ഈ ബാലചന്ദ്രന് പോയി കഷ്ടപ്പെട്ട് അതും കൈതക്കൽ തറവാട്ടിനോട് ഒരു പൊക്കം മുമ്പ് ഞാൻ ആയിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയാ, നിന്നെ വിവാഹം കഴിക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു എന്റെ മനസ്സിൽ. എന്നിട്ട് നീ എന്നോട് ചെയ്ത ചതികള് അത് മറന്നിട്ട് നീ ഇപ്പൊ ഓരോന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ളത് നിനക്ക് കിട്ടും, നിനക്ക് പുറകെ ഉടനെ തന്നെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇത്ര സീനൊക്കെയാണ് നാളത്തെ വിശേഷത്തിലുള്ളത്. അപ്പൊ വൈജയുടെ തീരുമാനം കടപ്പാട്ടൂരിലേക്ക് പോകുന്നില്ല, വാടക വീട് എടുത്ത് പോകാമായിരുന്നു. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല, കടപ്പാട്ടൂരേക്ക് തന്നെ പോകേണ്ടി വരും. ഈ വാടക വീട് എടുത്ത് പോകുന്ന വൈജയ്ക്ക് എന്തുമാത്രം ചെലവ് വഹിക്കാനുണ്ടെന്ന് അറിയാമോ? വാടക കൊടുക്കണം, അതുപോലെ തന്നെ മക്കളുടെ ചെലവ്, ഹോസ്പിറ്റലിന്റെ ചെലവ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബാങ്കിലും ജോലി മാത്രമേ ഉള്ളൂ ഈ വൈജയ്ക്കുള്ളൂ. അപ്പൊ ഇതെല്ലാം നമ്മുടെ വൈജ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു ചിന്ത വൈജയ്ക്ക് തോന്നുമ്പോൾ മനസ്സിലാവില്ല. മാത്രമല്ല ഇത്രയും നാള് ബാലചന്ദ്രനാണ് കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. വൈജയുടെ ഒരു നയാ പൈസ ബാലചന്ദ്രൻ മേടിച്ചിട്ടില്ല എന്ന് ഇന്ന് ആങ്ങളമാര് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എങ്ങനെ നമ്മുടെ വൈജയ്ക്ക് താങ്ങാൻ കഴിയും ഇതൊക്കെ? മാത്രമല്ല ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുന്ന വൈജ പൂർണ്ണ ആരോഗ്യവതിയായിട്ടൊന്നും അല്ല വരുന്നത്. അതിനി പതിയെ വീണ്ടെടുക്കണം. ബാങ്കിൽ ജോലി ചെയ്താൽ മാത്രമേ പൈസ കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കും. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നമ്മള് ജിൽജിൽസിനകത്ത് നിന്ന് വൈകിട്ട് രവിയുടെയും സച്ചിയുടെയും പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതും എല്ലാവരും മറക്കാതെ പോയി എന്ന് കാണണേ. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ടാറ്റ ബൈ ബൈ, ലൈക്ക് അടിക്കാൻ മറക്കരുതേ.